ഞാൻ തുടരട്ടെ. സാങ്കേതിക കാര്യങ്ങൾ നെറ്റ് ഇടയ്ക്ക് പോയിക്കൊണ്ടിരിക്കുന്നത് കൊണ്ട് തുടരമാനമായി അഭിസംബോധന ചെയ്യാൻ സാധിക്കുന്നില്ല. ഏതായാലും എൻ്റെ ആമുഖം നിങ്ങൾ ഇത്രത്തോളം കേട്ട സ്ഥിതിക്ക് ഞാനൊരു പാട്ടിവിടെ പാടി നിങ്ങളെ കേൾപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഞാൻ പറഞ്ഞതിൻ്റെ ചുരുക്കം, ഓണം പിറന്നാലും ഉണ്ണി പിറന്നാലും കോരന് കുമ്പിളി കഞ്ഞി എന്ന് നമ്മൾ പറയാറുണ്ട്. മനുഷ്യൻ സമ്പന്നന്മാരുണ്ട്, ദരിദ്രന്മാരുമായിട്ട് ഇങ്ങനെ സാമാന്യ ജനം ഇങ്ങനെ പല വേർതിരിവിൽ നാം ജീവിക്കുകയാണ്. അതിൻ്റെയൊക്കെ അടിസ്ഥാനം സാമ്പത്തിക ഭദ്രത, പിന്നെ വിദ്യാഭ്യാസം ഉണ്ടാകണമെങ്കിൽ ഇന്നത്തെ കാലത്ത് സാമ്പത്തിക ഭദ്രത ഇല്ലാത്തവർക്ക് വിദ്യാഭ്യാസം പ്രയാസമാണ്, അപ്രാപ്യമാണ്. അപ്പോൾ പല വിധത്തിൽ ലോകം മാറിക്കൊണ്ടിരിക്കുമ്പോൾ ഈ ലോകത്തിൽ നമുക്കും ജീവിക്കണം എന്നുള്ളൊരു തത്രപ്പാടിലാണ് നാം. അതുകൊണ്ട് മനുഷ്യനെപ്പോഴും സത്യം പറഞ്ഞാൽ അവന് ദുഃഖമാണ് എപ്പോഴും. കണ്ണുനീര് മാത്രമേ മനുഷ്യനെ എപ്പോഴും സ്വന്തമായിട്ടുള്ളൂ. ഏതെല്ലാം വിധത്തിലാണ് മനുഷ്യനെ ദുഃഖങ്ങൾ വന്ന് മേയുന്നതെന്നറിയാൻ നമുക്ക് അനുഭവിക്കുന്നത് കൊണ്ട് മനസ്സിലാക്കുവാൻ പ്രയാസമില്ല. അതുകൊണ്ട് ഈ ലോക ജീവിതം എങ്ങനെയും തള്ളി നീക്കി ഇവിടുന്ന് പോകുവാനല്ല, സുഖവും സമൃദ്ധിയും ആരോഗ്യവും സമ്പത്തും എല്ലാ കാലവും നമ്മളോടുകൂടെ ഉണ്ടാകയില്ല എന്നുള്ളതാണ്. ശൈശവം തതോ ബാല്യം കൗമാരം താരുണ്യവും നാശമൂലമായ വാർദ്ധക്യം, ഇങ്ങനെ മനുഷ്യ കാലഘട്ടങ്ങൾ തിരിക്കപ്പെട്ടിരിക്കുകയാണ്. ഞാനിവിടെ നോക്കുമ്പോൾ തന്നെ പലവിധ ആളുകളെയാണ്, പല പ്രായത്തിലുള്ള ആളുകളെയാണ് കാണുന്നത്. സുസ്മേരവദനായി അരോഗതടകാത്രരായി കടന്നു പോകുന്ന യൗവനക്കാരുണ്ട്. വടിയും കുത്തിപ്പിടിച്ച് വെടിയാൻ പോകുന്ന ഭൂമിയെ നെടുതായി നോക്കി വളരെ ആശയോടെ മുൻപോട്ട് പോകുന്ന വൃദ്ധന്മാരുമുണ്ട്, യൗവനക്കാരികളുണ്ട്, യൗവനക്കാരത്തികളുണ്ട്, ദമ്പതികളുണ്ട്. അങ്ങനെ എല്ലാവരും ഈ സംസാര ലോകത്തിൽ മുൻപോട്ട് പോകുമ്പോൾ കൂടുതലും അവരനുഭവിക്കുന്നത് കണ്ണുനീരാണെന്ന് പറയുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഒരു ഭക്തൻ അതേ സംബന്ധിച്ച് ഇങ്ങനെ പാടി: കണ്ണുനീർ താഴ്വരയിൽ ഞാനേറ്റം വലഞ്ഞിടുമ്പോൾ കണ്ണുനീർ വാർത്തവനിൻ കാര്യം നടത്തിത്തരും. കണ്ണുനീർ വാർത്തവനിൻ കാര്യം നടത്തിത്തരും. ഇത് യേശു കരഞ്ഞതിനെ കുറിച്ച് പാടിയിരിക്കുകയാണ്. ജീസസ് വെപ്റ്റ്. ലോകത്തിന്റെ നിർമ്മാതാവായ പ്രപഞ്ചകർത്താവ് ഈ ഭൂമിയിൽ കടന്നു വന്ന് 33.5 കൊല്ലം ജീവിച്ച ചരിത്രവും 3.5 കൊല്ലം മാത്രം പരസ്യമായി രംഗത്തിറങ്ങി ഇതുപോലെ പ്രസംഗിച്ച കാര്യങ്ങളും ചരിത്രത്തിലും ബൈബിളിലും രേഖപ്പെടുത്തിയിട്ടുണ്ട്. ലോകം വിസ്മയിച്ചൊരു കാര്യം ഇതാണ്: മനുഷ്യൻ കരയുന്നത് പോലെ ഈശോ കരഞ്ഞു, ദൈവപുത്രൻ കരഞ്ഞുവെന്ന്. ഇതെന്തൊരു വിരോധാഭാസമാണ്! അതിന്റെ കാര്യം മറ്റൊന്നുമായിരുന്നില്ല. തനിക്കൊരു സ്നേഹിതനുണ്ടായിരുന്നു, ലാസർ എന്നായിരുന്നു അദ്ദേഹത്തിന്റെ പേര്. ബെഥാനിയ എന്ന സ്ഥലത്ത്, ആ സ്ഥലം ഇപ്പോഴുമുണ്ട്, ജീവിച്ചിരുന്ന അദ്ദേഹം യേശുവിൻ്റെ വലിയൊരു സ്നേഹിതനായിരുന്നു. യാദൃശ്യമായി ഒരു ജ്വരം ബാധിച്ച് അദ്ദേഹം വേർപെട്ടു, മരിച്ചുപോയി. അദ്ദേഹത്തിന് 2 സഹോദരിമാര് മാത്രം. യേശു അന്ന് ലോകത്തിൽ ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ മരിച്ച ധാരാളം പേരെ ഉയർപ്പിച്ച ചരിത്രം അവർക്കറിയാം. ഈ ബെഥാന്യയിലെ ലാസറിന്റെ കുടുംബം സുവിശേഷപരമായി പ്രസിദ്ധമായ ഒരു കുടുംബമാണ്. ബെഥാന്യയിലെ ലാസറിന്റെ വീട്. അദ്ദേഹത്തിന് 2 സഹോദരിമാരുണ്ടായിരുന്നു, മറിയായും മാർത്തയും.
ഈ യേശു ആ ഭവനത്തിൽ മിക്കവാറും വന്ന് കാപ്പി കുടിക്കാനൊക്കെ ഇരിക്കും, അവരോട് സമ്മേളിക്കും, അവരോട് ദൈവികമായിരിക്കുന്ന രഹസ്യങ്ങൾ പങ്കുവെക്കും. ഇങ്ങനെ ഇരിക്കുന്ന കാലഘട്ടത്തിൽ പെട്ടെന്ന് ലാസറിനൊരു ദീനം വന്നു. അപ്പോൾ യേശു അവിടെ ഇല്ലായിരുന്നു, വളരെ ദൂരെയായിരുന്നു. ആളെ വിട്ട് അറിയിച്ചു, എന്നിട്ടും യേശു വന്നില്ല. എന്തോ യേശു ഒരു കാര്യം പറഞ്ഞു, അതൊരു അത്ഭുത കാര്യം അവിടെ നടക്കാൻ പോവുകയാണെന്ന് മാത്രം പറഞ്ഞ് അറിയിക്കാൻ വന്ന ആളുകളെ പറഞ്ഞയച്ച ശേഷം പെട്ടെന്ന് കാര്യങ്ങൾ നടന്നു. ലാസർ മരിച്ചു, അദ്ദേഹത്തിനെ ശവക്കല്ലറയിൽ അടയ്ക്കപ്പെട്ടു, വലിയൊരു കല്ലുരുട്ടി വെച്ചു. 4 ദിവസം കഴിഞ്ഞപ്പോഴാണ് യേശു ഇവിടെ വന്നത്. ആ സമയത്താണ് തന്റെ സഹോദരിമാരുടെ ദുഃഖം കണ്ടിട്ട്, മാർത്തയുടെയും മറിയയുടെയും കണ്ണുനീര് കണ്ടിട്ട് യേശു കണ്ണുനീർ വാർത്തു. കണ്ണുനീരിനെ കുറിച്ചാണ് ഞാൻ ഇന്ന് പ്രസംഗിക്കാൻ പോയത് പ്രിയരെ. അപ്പോൾ ജീസസ് വെറ്റ്. അതുകൊണ്ടാണ് ഈ കണ്ണുനീർ വാർത്തവൻ കാര്യം നടത്തി തരും. ഇവിടെ പറയാണ്, നിന്മനമിളകാതെ നിന്മനം പതരാതെ നിന്നോട് കൂടെ എന്നും ഞാനുണ്ടു അന്ത്യം വരെ. യേശു ബെഥാന്യയിലെ മരണ വീട്ടിൽ ഇരുന്നു കൊണ്ട് തന്റെ സഹോദരിമാരെയും അവിടെ കൂടിയ ബന്ധുമിത്രാദികളെയും ആശ്വസിപ്പിക്കുന്ന വാക്കുകളാണ് ഇവിടെ. എന്നിട്ട് അദ്ദേഹം പറയാണ്, ഇതൊന്നുമല്ല, ഇന്നേയും മനുഷ്യൻ ഇവിടെ ജീവിച്ചിരിക്കുമ്പോൾ ദുഃഖങ്ങളും വേദനകളും വളരെയധികം മനുഷ്യന് അഭിമുഖീകരിക്കേണ്ടി വരും. പിന്നെ അദ്ദേഹം പറയാണ്, തിച്ചുള്ള സിംഹക്കുഴി പൊട്ടക്കിണ മരുഭൂമി ജയിലറയീർച്ചവാളോ മരണമോ വന്നിടട്ടെ നിന്മനം ഇളകാതെ. ഒരു സാന്ത്വനിപ്പിക്കുന്ന യേശു കണ്ണീർ കടലിൽ ആണ്ടുപോയ മനുഷ്യവർഗത്തെ അതിൽ നിന്ന് പൊക്കിയെടുക്കുവാൻ യേശു ഈ ലോകത്തിൽ വന്നു. പക്ഷെ എന്തുകൊണ്ട് അവന് കണ്ണുനീരുണ്ടായി എന്നുള്ള കാര്യം നാം ചിന്തിക്കണം. മനുഷ്യനെ ഈശ്വരൻ ഇങ്ങനെയല്ലായിരുന്നു സൃഷ്ടിച്ചത്. മനോഹരമായൊരു പർദീസയിലാണ് അവനെ ആക്കിയിരുന്നെന്ന് നമ്മുടെ വേദഗ്രന്ഥങ്ങളെല്ലാം നമ്മോട് സംസാരിക്കുന്നു. 4 ഭാഗത്തും വളഞ്ഞൊഴുകുന്ന നദിയുടെ നീരതോയത്താൽ പുഷ്ടമായ ഒരു ധ്യാനം. മനുഷ്യനെ സൃഷ്ടി ചെയ്ത പിൽപ്പാട് ദൈവം കനത്ത മോതാൽ പൂർവ്വദിക്കിൽ ഒരു തോട്ടമുണ്ടാക്കി. തന്റെ വാത്സല്യമേറുന്ന സൃഷ്ടികളെ അതിലാക്കി സ്വരൂപനാം ഈശ്വരൻ നിർവൃതനായി തീർന്നു. സർവ ഋതുക്കളിലും രാമണീയമേന്തുമീ മനോഹരമായ തോട്ടത്തെ പർദീസ എന്ന് പറഞ്ഞു വരുന്നു. ധാരാളം തോട്ടങ്ങളുടെ ചരിത്രമാണ് വേദങ്ങളിലൊക്കെ ഉണ്ടല്ലോ. അതുപോലെ വനങ്ങൾ, കദളീവനത്തെ കുറിച്ച് നാം കേട്ടിട്ടുണ്ട്. ഭീമസേനൻ ഗന്ധമാതരാദിത്യക ഭൂമി തന്നിൽ തഥാ നോക്കും ദശാന്തരേ കോമളം നല്ല കദളീ മഹാവനം കോമള ശ്രീ പൂർണ്ണവാശു കണ്ടിടിനാൻ എന്നൊക്കെ നമ്മുടെ അമ്മച്ചിമാരൊക്കെ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. അതൊക്കെ വായിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട്, ഞാനും കേട്ടിട്ടുണ്ട്. സുന്ദരമായിരിക്കുന്ന തോട്ടം, അതിനകത്ത് ആണ് മനുഷ്യനെ ഈശ്വരൻ ആദ്യം സൃഷ്ടിച്ചാക്കിയതെന്ന് ഗ്രന്ഥങ്ങളെല്ലാം പറയുന്നു. ഖുറാനിലുണ്ട്, ഭവിഷ്യ മഹാപുരാണത്തിലുണ്ട്. എല്ലാം വിസ്തരിപ്പാൻ എനിക്ക് സമയമില്ലാത്തതുകൊണ്ട് ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. ഏതായാലും സുഖ സുഷുപ്തിയിൽ ജീവിച്ചവനാണ് മനുഷ്യൻ. ആ തോട്ടം ഇങ്ങനെ മനോഹരമായിരിക്കുമ്പോൾ അതിൽ ആപ്പിളും പൈനാപ്പിളും ചെറിയും ഗൂസ്ബെറിയും ആപ്പിൾ വൃക്ഷവുമേവം ദൃഷ്ടിക്ക് രമ്യങ്ങളും ഭക്ഷണങ്ങളുമായ വൃക്ഷകുൽമാദികൾ ഉണ്ടായിരുന്നു. നല്ല കാന്തി. എന്നാൽ ഇവിടെ സന്തോഷകരമായി അവര് നിർബാധം ഇങ്ങനെ വസിച്ചു വരുമ്പോൾ അവരെ ആ തോട്ടത്തിൽ തന്നെ സ്ഥിരമായി മരണമില്ലാതെ ചിരഞ്ജീവികളാക്കി നിർത്തണമെന്നുള്ളത്
ഈശ്വരന്റെ ഒരു അപ്പോൾ ഈശ്വരൻ അതിനുള്ള ചില നിർദ്ദേശങ്ങൾ അവർക്ക് കൊടുത്തു. അവരോട് പറഞ്ഞു, തോട്ടത്തിന്റെ നടുവിൽ ഒരു വൃക്ഷം നിൽപ്പുണ്ട്. അത് മരണം മനുഷ്യന് പകരുന്ന വിഷലിപ്തമായ വിഷമകരമായ ഒരു വൃക്ഷമാണ്. അതിൽ നിന്ന് പറിച്ചു ഭക്ഷിച്ചാൽ നിങ്ങൾ മരിച്ചു പോകും. ഇത് മനുഷ്യന്റെ ശത്രുവായ പിശാച് കേട്ടുവെന്നാണ് ബൈബിൾ പറയുന്നത്. അതുകൊണ്ട് ഈ മനുഷ്യനെ എങ്ങനെയെങ്കിലും തട്ടിക്കളഞ്ഞിട്ട് ഈ ഭൂമിയും ഈ പ്രദേശവും പ്രപഞ്ചമാകെ കൈയടക്കണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് പിശാചൊന്ന് ജീവിച്ചു തുടങ്ങിയപ്പോൾ ദൈവം പറഞ്ഞ ഒരു രഹസ്യം, എല്ലാത്തിനും രഹസ്യമുണ്ടല്ലോ, ആ രഹസ്യത്തിലാണ് എല്ലാം നിലനിൽക്കുന്നത്. അത് പരസ്യമായി പിശാച് മനസ്സിലാക്കിയിട്ട് ഇവനെ എങ്ങനെയും കൊല്ലണമെന്ന് തീരുമാനിച്ചു. അവിടെ രണ്ടുതരം വൃക്ഷങ്ങളാണ് ഉണ്ടായിരുന്നെന്ന് എല്ലാവർക്കും അറിയാം. ഒന്ന് നന്മ തിന്മകളെ കുറിച്ചുള്ള അറിവ് പകർന്നു തരുന്ന വൃക്ഷം, മറ്റൊന്ന് ജീവന്റെ വൃക്ഷം. ഇതിൽ ജീവവൃക്ഷത്തിൽ നിന്ന് ഭക്ഷിച്ച് ഇഷ്ടം പോലെ തിന്ന് നിങ്ങൾ ജീവിച്ചുകൊള്ളുക, രോഗദൃഢഗാത്രരായി എന്നും വന്നുമിരിക്കും. എന്നാൽ അതിന്റെ നടുവിൽ മാറിയൊരു വൃക്ഷം നിൽപ്പുണ്ട്, അത് തിന്നാൽ നിങ്ങൾ മരിക്കും. പ്രിയരെ, മനുഷ്യന്റെ അന്നത്തെ അവസ്ഥ എന്ന് പറയുന്നത് പ്രത്യേകതരമായിരിക്കുന്ന അവസ്ഥയായിരുന്നു. ഈശ്വരൻ മനുഷ്യനെ സൃഷ്ടിച്ച ശേഷം അവരുടെ ജീവിതത്തിൽ സെക്സ് കടന്നു വരാത്തൊരു കാലം, മനുഷ്യനെപ്പോഴും നാശകരമായിരിക്കുന്ന ലൈംഗിക താല്പര്യം അവനെ ഇന്നുവരെ തകർത്തു കളഞ്ഞിരിക്കുന്നുവെന്നാണ് ശാസ്ത്രം നമ്മെ പഠിപ്പിക്കുന്നത്. അതിന് പാപമെന്നാണ് ബൈബിൾ പേർ വിളിച്ചിരിക്കുന്നത്. അപ്പോൾ പാപമെന്ന് പറയുന്നത് എന്താണെന്ന് വിശുദ്ധ ബൈബിളും മതഗ്രന്ഥങ്ങളും നമ്മെ നന്നായി പഠിപ്പിക്കുന്നുണ്ട്. വിലക്കപ്പെട്ട കനി പറിച്ച് ഭക്ഷിക്കരുതെന്ന് ഈശ്വരൻ പറഞ്ഞതിന്റെ താല്പര്യം, അതിനകത്ത് ഒരു വിശേഷകരമായിരിക്കുന്ന ശക്തിയുണ്ട്, ആന്തരികമായ തുറക്കുന്ന ശക്തിയുണ്ട്. ബൈബിളിൽ ഉൽപ്പത്തി പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്, ആദമും ഹവ്വയും ജീവിച്ചു വരവേ അവരിരുവരും നഗ്നരായിരുന്നു, അവർക്ക് ലജ്ജ തോന്നിയില്ല താനും. ലജ്ജയില്ലാതെ മനുഷ്യൻ ജീവിക്കുന്നു എന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാം, നമ്മുടെ കൊച്ചു കുഞ്ഞുങ്ങൾക്ക് വസ്ത്രമൊന്നും വേണ്ട. ഇതേ അവസ്ഥയിൽ രോഗദൃഢഗാത്രരായ ആദമും ഹവ്വയും ഏദൻ തോട്ടത്തിൽ ഇങ്ങനെ ജീവിച്ചു വരുന്നതിന്റെ കാരണം ജീവന്റെ വൃക്ഷം ഭക്ഷിച്ചിരുന്നു എന്നുള്ളതാണ്. ജീവന്റെ വൃക്ഷം മാത്രം ഭക്ഷിച്ച് ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ ദൈവവുമായിട്ട് ഇവർക്ക് വളരെ ബന്ധമുണ്ടായിരുന്നു. എന്നാൽ യാദൃച്ഛികമായി അപകടകരമായ അവസ്ഥ അവർ സംജാതമായി എന്ന് നാം അറിയുന്നു. ഈ വൃക്ഷം പറിച്ച് അവര് ഭക്ഷിച്ച ഉടനെ തന്നെ ബൈബിൾ പറയുന്നവർക്ക് ലജ്ജയുണ്ടായി, അവരുടെ ശരീരത്തിൽ പ്രവേശിച്ചു. നിങ്ങളത് വളരെ ഗൗരവമായി പഠിക്കേണ്ടതാണ്. ഇന്നിതൊക്കെ പഠിപ്പിച്ചു തരേണ്ട നമ്മുടെ പ്രാസംഗികന്മാരും മത നേതാക്കന്മാരും ഇത് പഠിപ്പിച്ചു കൊടുക്കുന്നില്ല എന്നുള്ള കാരണത്താൽ മനുഷ്യർ അന്ധന്മാരാണ്, അജ്ഞരാണ് ഈ കാര്യത്തിൽ. നിങ്ങൾ ഓർത്തിരിക്കണം, മനുഷ്യന്റെ അന്തർലീനമായി ദൈവം അവരിൽ സ്ഥാപിച്ചിട്ടില്ലാതിരുന്ന ഒരു ലജ്ജ അവർക്ക് ഇരുവർക്കും ഉണ്ടായി. നമ്മൾ ഉൽപ്പത്തി പുസ്തകത്തിൽ വായിക്കുമ്പോൾ ആദമും ഹവ്വയും കൂടി ഈശ്വരന്റെ സന്നിധിയിലേക്ക് കടന്നു ചെന്നിട്ട് ഒരു കാര്യം ഈശ്വരന്റെ മുൻപിൽ വെച്ച് അവനെ നിർബന്ധിച്ചു. എന്തായിരുന്നു എന്ന് ബൈബിൾ തന്നെ പറയുന്നുണ്ട്. അവർ രണ്ടുപേരും ഇപ്പോൾ സെക്സിന് അടിമപ്പെട്ടിരിക്കുന്നത് കൊണ്ട്
ഞങ്ങളെ വിവാഹം കഴിപ്പിച്ച് തരണം ഈശ്വര. ബൈബിളിൽ അവിടെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ മനുഷ്യൻ പറയുകയാണ്, സുന്ദരിയായ സ്ത്രീയെ കണ്ടപ്പോൾ അവനാകെ കിടിലം കൊണ്ടു. അവന് കിടപ്പാൻ എനിക്കൊട്ടും കഴിയില്ല. പൊടുക്കന്ന് എഴുന്നേറ്റ് അവളുടെ അടുക്കൽ ഓടിച്ചെന്ന് തുടുത്ത കാന്തി ചിന്നും അവൾ തന്നുടലിന്മേൽ വെടിപ്പായി പ്രേമമാല ചാർത്തണമാ ശ്ലേഷത്താൽ. പണ്ടിങ്ങനെ ഒരു വിചാരവുമില്ലായിരുന്നു. അതിന് കാരണക്കാരനായിരിക്കുന്ന പിശാച് ആ വിഷവൃക്ഷം പറിച്ചവനെ കൊണ്ട് തീറ്റിപ്പിച്ചപ്പോൾ അവളുടെ ശരീരത്തിൽ വൈദ്യുതമായൊരു ശക്തി വ്യാപരിച്ചിട്ട് സെക്സിന് വേണ്ടി നിലവിളിക്കുകയാണ്. അവൻ പറയുകയാണ്, എനിക്ക് ഹൗവയെ വിവാഹം കഴിക്കണം. ഏകാന്ത ജീവിതത്തെ ജനപുഷ്കരമാക്കും. രോഗാഭിഭവം നീക്കി ആരോഗ്യമരുൾ. ഭവനാശക്തിയേറെ വളർത്തും നഷ്ടമാക്കും. ശങ്കയെ നിഷ്കാസിക്കും. ബന്ധനം വേർപെടുത്തും. ശൃംഖല പൊട്ടിച്ചിട്ട് സ്വാതന്ത്ര്യ ഭൂവിലെത്തും. എന്തുതാൻ ഇതിൽ പരം സാധ്യമല്ലാത്തതോർക്കിൽ അന്ധതാമിശ്രത്തെയും സ്വർഗമായി മാറ്റും പ്രേമം എന്നു പറഞ്ഞവൻ അങ്കനാമണി നിൽക്കുന്ന പിങ്ങള ഗാന്ധിപൂരം തിങ്ങിന ദിക്കിലെത്തി മംഗള കമലിന്യാം സംഗമ സുഖം തേടി തുങ്കമേളം മോദന പായുന്ന വൃന്നം എന്ന പോലെ ഭംഗിയിൽ അവളുടെ അംഗവല്ലരി സമാലിംഗ നിർവൃതനായി. ഈശ്വരന്റെ ഹൃദയത്തിൽ ധാരാളം പദ്ധതികൾ ഉണ്ടായിരുന്നു. എന്തായിരുന്നു എന്ന് ചോദിച്ചാൽ, ആദമിനെയും ഹവ്വയെയും സന്താനപുഷ്ടിയുള്ളവരായി പെരുക്കുവാൻ വേണ്ടി അവരെ ആദ്യം ഭാര്യയും ഭർത്താവുമാക്കി തീർക്കണം. ഈ ഡിമാൻഡുമായി അവരിരുവരും യഹോവയായ ദൈവത്തെ സമീപിക്കുമ്പോൾ അവർ ഭാര്യ ഭർത്താക്കന്മാരായിരുന്നില്ല എന്ന് ബൈബിൾ പറയുന്നു. ആദമിന് തക്ക ഒരു തുണയെയാണ് ഈശ്വരൻ ഉണ്ടാക്കി കൊടുത്തിരുന്നത്. ഈ തുണയെ കണ്ടപ്പോൾ തന്നെ അവരുടെ സൗന്ദര്യം അവരെ അടാൽ ആകർഷിച്ചു കളഞ്ഞു. സെക്സ് അവരെ മൂടി പൊതഞ്ഞു കഴിഞ്ഞു. അവർക്കിനി യാതൊരു നിവൃത്തിയുമില്ല. ഈശ്വരന്റെ മുൻപിൽ ഇവര് രണ്ടുപേരും രണ്ട് മക്കളാണ്. ഒരാള് ആങ്ങളയാണ്, ഒരാള് പെങ്ങളാണ്. നമ്മൾ ബൈബിൾ വായിക്കുമ്പോൾ ആദം ദൈവത്തിന്റെ മകനെന്ന് ബൈബിൾ പറയുന്നു. അങ്ങനെയെങ്കിൽ ഹവ്വ ആദമിന്റെ പെങ്ങളല്ലേ? അവരൊരിക്കലും ഭാര്യ ഭർത്തൃക്ക് ബന്ധത്തിൽ ഏർപ്പെടുവാൻ ബൈബിളിൽ പ്രമാണമില്ല. അങ്ങനെ ആരെങ്കിലും ചെയ്താൽ അവരെ ഇസ്രായേലിന്റെ ചരിത്രത്തിൽ നിന്ന് മാറ്റിക്കളയും. ദാവീദ് രാജാവെന്ന് പറയുന്ന ഇസ്രായേലിന്റെ മധുര ഗായകനെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. അദ്ദേഹത്തിന് പല ഭാര്യമാരും മക്കളും ഒക്കെ ധാരാളം ഉണ്ടായിരുന്നു. അന്നത്തെ കാലമല്ലേ, ഇതിനൊന്നൊരു വ്യവസ്ഥയും വെള്ളിയാഴ്ചയും ഒന്നുമില്ലാതെ മനുഷ്യൻ മൃഗങ്ങളെ പോലെ ഇങ്ങനെ ഈ കാര്യത്തിൽ തുറന്നുകൊണ്ടിരുന്ന ഒരു കാലമാണത്. അപ്പോൾ അവിടെ ദാവീദിന്റെ മകള് താമാർ എന്ന് പറയുന്ന ഒരു സുന്ദരി ഉണ്ടായിരുന്നു. അപ്പോൾ ദാവീദിന്റെ മറ്റൊരു മകൻ, അവന്റെ പേര് അമ്നോൻ എന്നാണ്. അമ്നോനിൽ ഒരു ഒരു ദുർനിമിത്തത്തിൽ വലിയൊരു പൈശാചിക കാമത്തിന്റെ ശക്തി വ്യാപരിച്ചിട്ട് സ്വന്തം സഹോദരിയായ താമാറിനെ വേൾക്കുവാൻ ആഗ്രഹിച്ചു. അന്നത്തെ മര്യാദ പ്രകാരം, പ്രമാണപ്രകാരം ഒരിക്കലും അത് സാധിക്കയില്ല. അത് മ്ലേച്ഛതയെന്നും ശാപമെന്നും ബൈബിൾ വിവക്ഷിച്ചിരിക്കുമ്പോൾ ദൈവം തന്നെ ഇതാ ഇവിടെ ത്രിശങ്കുവിലായിരിക്കുന്നു. ആദം പറയുന്നു, എനിക്ക് ഹവ്വയെ വേൾക്കണം. ദാവീദിന്റെ മകനായ അമ്നോൻ സ്വന്തം സഹോദരിയായ താമാറിനെ വേൾക്കുവാൻ നിശ്ചയിച്ചതുപോലെ ഒരു ദുർനിമിത്തം എന്തു ചെയ്യും? കൗശലം പ്രയോഗിപ്പിച്ചു. താമാറിനെ സ്വന്തമാക്കിയ ആദം ഇസ്രായേലിന്റെ ചരിത്രത്തിൽ ശപിക്കപ്പെട്ടവനായി തീർന്നു. അവന്റെ
സഹോദരൻ അബ്ശാലോം മദ്യം കൊടുത്തിട്ട് കണ്ടത്തടി കൊണ്ട് കണ്ടമാനം അടിച്ചു കൊന്നുകളഞ്ഞു. ഈ സംഭവം ആദമിന്റെയും ഹവ്വയുടെയും ഇംഗിതത്തിന് വെടക്കായിരുന്നു. ഈശ്വരൻ അവനോട് പറഞ്ഞു, നിന്റെ സഹോദരിയെ ഞാൻ നിനക്ക് ഒരിക്കലും വിവാഹം കഴിച്ചു തരികയില്ല. എന്നാൽ അവിടെ വെച്ച് ഈശ്വരനുമായി മല്ലുപിടിച്ച് ഈശ്വരനെ ധിക്കരിച്ചിട്ട് ഹവ്വായെ കൊണ്ട് കടന്നു കളഞ്ഞു ആദമെന്നാണ് അവിടെ വായിക്കുന്നത്. എന്നാൽ ഇന്നത്തെ ആളുകൾ ആരും അങ്ങനെ പഠിപ്പിക്കുന്നില്ല. സത്യത്തെ മറച്ചിട്ട് അവർ പറയുകയാണ്, ആദം ഹവ്വാ ദമ്പതിമാരെ ദൈവം തമ്പുരാൻ ഏദൻ പൂങ്കാവനത്തിൽ വെച്ച് വിവാഹബന്ധത്തിൽ കൂട്ടിച്ചേർത്തു എന്ന് യഹോവയാണ്. ഈ ബൈബിളിൽ അങ്ങനെ എഴുതിയിട്ടില്ല, എഴുതുവാൻ ദൈവത്തിന് സാധിക്കുകയില്ല. പ്രിയരെ, ഈ സത്യമറിയാതെയൊന്നും അനേക വിവാഹവേദികളിൽ വലിയ മെത്രാന്മാരും ബിഷപ്പന്മാരും വലിയ വലിയ പാസ്റ്റർമാരും ഉച്ചകണ്ഠത്തിൽ ഉരത്ത ശബ്ദത്തിൽ പറയുകയാണ്, ദൈവം അങ്ങനെ ചെയ്തു എന്ന്. അങ്ങനെ ചെയ്തിട്ടില്ല. ഞാൻ ഈ പരസ്യ സ്ഥലത്ത് നിന്ന് പ്രസംഗിക്കുകയാണ്. നിങ്ങളുടെ ചിന്ത വേദാനുസാരമല്ലെങ്കിൽ നിങ്ങൾക്ക് എന്നെ പിടിക്കാം, എന്റെ പേരിൽ കേസ് ചെയ്യാം. എന്നാൽ ഞാനതിനെ വെല്ലുവിളിച്ചുകൊണ്ടൊന്നും പ്രസംഗിച്ചുകൊണ്ടിരിക്കുകയാണ്. മനുഷ്യരാശിയെ തെറ്റിദ്ധരിപ്പിക്കാൻ മനുഷ്യൻ ശ്രമിക്കുന്നു. സ്വതവേ മരേറിയായ വാനരന് ഏലിയാരി കൊടുക്കുന്ന സഭകളെ നിങ്ങൾ ഒന്ന് വീണ്ടും ചിന്തിക്കണം. നിങ്ങൾ റീകൺസിഡർ ചെയ്യണം. നിങ്ങളുടെ പ്രസംഗവും വിവാദ ശുശ്രൂഷയും തെറ്റിയിരിക്കുന്നതിനെ മാറ്റണം. അങ്ങനെ ഒരിക്കലും ചെയ്യാത്ത ഈശ്വരൻ ഇത് കേട്ടിട്ട് സ്വർഗത്തിൽ ഇരിക്കുന്നവൻ ചിരിക്കുന്നു, കർത്താവ് അവരെ പരിഹസിക്കുന്നു എന്ന് പറയത്തക്ക വിധത്തിൽ ആക്കിക്കളഞ്ഞു. ഒരിക്കലും ചെയ്യാത്ത കാര്യം. അവരെ ഭാര്യയും ഭർത്താവും ആക്കി തീർക്കാത്തടത്തോളം കാലം ആദമിനെ ഹവ്വയെയും വിവാഹം കഴിപ്പിക്കുവാൻ ഈശ്വരന് കഴിഞ്ഞില്ല. ഇതറിഞ്ഞ് പിശാചി ശക്തമായി പ്രവർത്തിച്ചിട്ട് ഈശ്വര ഹിതത്തിന് വിരുദ്ധമായി അവരെ വിവാഹിതരാക്കിയത് പിശാചാണ്. ആ പാപം ഇന്നും മനുഷ്യജാതിയിൽ നിലകൊള്ളുകയാണ്. എന്നാൽ അത് മാറിയത് ശ്രീ യേശു കർത്താവ് ഈ ലോകത്തിൽ വന്നപ്പോഴാണ്. അന്ന് അഴിച്ചുവിട്ട കാളയെ പോലെയായിരുന്നു രാജാക്കന്മാരും പുരോഹിതന്മാരും ഒക്കെ ജീവിതം നയിച്ചിരുന്നത്. 600ഉം 700ഉം ഭാര്യമാരെയും പിന്നെ വെപ്പാട്ടിമാരെയും ദാവീദിനും ശലോമോൻ രാജാവിനും ഒക്കെ ദൈവം കൊടുത്തെന്നാണ് അവർ പറയുന്നത്. ഇല്ല. എന്നാൽ യേശു ഈ ലോകത്തിൽ വന്നപ്പോൾ ആദ്യമായി മനുഷ്യന്റെ പാപവിഷയം, അതായത് സെക്സിലാണ് ദൈവം ഇടപെട്ടത്. ദൈവം പറഞ്ഞു, ഒരുത്തനൊരു ഭാര്യയും ഒരുത്തിക്ക് ഒരു ഭർത്താവും മതി. സിംഹഗർജനം പോലെ ഈശോയുടെ അലർച്ച കേട്ടിട്ട് ശാസ്ത്രിമാരും പരീശരന്മാരും ഒക്കെയും സിംഹഗർജനത്തിൽ കരിയിലയുടെ മർമ്മര ശബ്ദം പ്രബലപ്പെടാത്തതുപോലെ മിണ്ടാതെ നിൽക്കുകയാണ്. അന്നു മുതലാണ് മനുഷ്യൻ ഈ സെക്സിന്റെ കാര്യത്തിൽ ഒരു വീണ്ടും വിചാരം അല്പമായിട്ടുണ്ടായത്. മലാഖിയുടെ പ്രവചനം നിങ്ങൾ വീട്ടിലിരുന്ന് 2-ാം അധ്യായം ഒന്ന് വായിച്ചാൽ കൂടുതൽ കാര്യം മനസ്സിലാകും. അന്നുവരെ യഹോവയെ ദുഃഖിപ്പിച്ചുകൊണ്ടിരുന്ന മനുഷ്യജാതി യഹോവയുടെ യാഗപീഠത്തെ കണ്ണുനീര് കൊണ്ട് നനച്ച ഇസ്രായേൽ ജനം അവരുടെ യൗവനത്തിലെ ഭാര്യയെ ഉപേക്ഷിക്കാതിരിക്കാൻ നിർബന്ധിതരായി. അവർ ഉഭയസമ്മതത്തിന്റെ ഭാര്യമാരെയാണ് ദുഃഖിപ്പിച്ചുകൊണ്ടിരുന്നത്. കാര്യം സാധിക്കാൻ വേണ്ടി അവരുമായി ഉഭയസമ്മതം, ആവശ്യം കഴിഞ്ഞ് തലാഖ് ചൊല്ലുന്ന സമ്പ്രദായം അന്നേ ലോകത്തിൽ കടന്നു. എന്നാൽ ഈശോ പറഞ്ഞു, യേശുക്രിസ്തു പറഞ്ഞു, ഒരുത്തന് ഒരു ഭാര്യയും ഒരുത്തിക്കൊരു ഭർത്താവ് മതി.
പ്രിയരെ, ഞാനൊന്ന് ചോദിക്കട്ടെ, ഇന്ന് ലോകത്തിൽ കാണുന്ന സഹോദരിമാരാണ്, ഈ കാണുന്നതെല്ലാം നമ്മുടെ സഹോദരിമാരാണ്. ആരും ഭാര്യമാരായിട്ട് ജനിക്കുന്നില്ല. അതുകൊണ്ട് എന്റെ അമ്മ പെങ്ങന്മാരെ എനിക്ക് തിരിച്ചറിയാൻ കഴിയും. മനുഷ്യൻ മാത്രമേ ഉള്ളൂ ഈ വിശേഷ ബുദ്ധി. മൃഗങ്ങളെ സംബന്ധിച്ചില്ല. കാണുന്ന പെണ്ണുങ്ങളുടെ എല്ലാം പുറകെ പോകുന്ന ഒരു ലോകമാണ് ഇന്നത്തെ നമ്മുടെ ശാപം. മന്ത്രിതലത്തിൽ നോക്കൂ, കോളേജ് തലത്തിൽ നോക്കൂ, ഭവനാന്തരീക്ഷത്തിൽ നോക്കൂ. ഞാൻ വെറുതെയാണോ ഇത് പറയുന്നത്? നമ്മുടെ വീട്ടിൽ നിങ്ങളൊന്ന് നോക്കൂ. നിങ്ങൾ നിങ്ങളുടെ ഭാര്യയെ സ്നേഹിക്കുന്നുവോ? ഞാൻ ചോദിക്കുകയാണ്. നിങ്ങളുടെ ഭാര്യയ്ക്ക് സംശയമുണ്ടോ? മനുഷ്യജാതിക്ക് മാത്രമേ ഉള്ളൂ ഈ പരസ്പര സംശയം. ചിലപ്പോൾ ചിരിച്ചു പോകും. നമ്മളുടെ ചില യൂട്യൂബിലെ പരിപാടികൾ കാണുമ്പോൾ മനുഷ്യൻ മാത്രം നയനാര് പറഞ്ഞതുപോലെ ചായ കുടിക്കുന്നത് പോലെയാണ് ഭാര്യമാരെ സ്വീകരിക്കുന്നത്. ഇത് വളരെ അപകടകരമായ ഒരു നിലയാണെന്ന് ആരും മനസ്സിലാക്കുന്നില്ല. പ്രിയപ്പെട്ടവരെ, പുരോഹിതന്റെ പള്ളിയിൽ ചെന്നാൽ അവിടെയുണ്ട് വ്യഭിചാരം. ക്ഷേത്രങ്ങളിൽ ചെന്നാൽ അവിടെയുണ്ട് വ്യഭിചാരം. ഞാനൊരു പാട്ട് കേട്ടു, ചിരിച്ചുപോയി. ഞാൻ പിറന്ന നാട്ടിൽ ഞാവൽ മരക്കാട്ടിൽ ഇപ്പോഴുമുണ്ട് ഒരു ദുർഗാക്ഷേത്രം. പൊളിഞ്ഞു കിടക്കുന്ന ആ ക്ഷേത്രത്തിൽ നടന്നു വന്നിരുന്നൊരു കാലം പൂ പോലുള്ളൊരു പുലയിൽ പെണ്ണിനെ പൂജാരി മയക്കിയെടുത്തു. നോക്കണേ, കാലക്രമത്തിൽ അവിടെ ഉള്ളിൽ ജീവൻ തുടിച്ചപ്പോൾ അവളുടെ അപ്പൻ വെളിക്കലിൽ അവളെ കൊണ്ട് കുരുതി കൊടുത്തു. എന്നിട്ട് വയലാർ പറയുകയാണ്, അടഞ്ഞു കിടക്കും ആ ക്ഷേത്രത്തിൽ അവളുടെ ചിലമ്പൊലി കേൾക്കാം. പാതിരയായാൽ കാണാം അവിടെ തീപാറും അവളുടെ മിഴികൾ. തീപാറുന്ന മൊഴികളുമായി സഹോദരിമാരുടെ കണ്ണുനീരാണ് പഴയകാലത്ത് ഇസ്രായേലിന്റെ ദൈവത്തെ ദുഃഖിപ്പിച്ചത് എങ്കിൽ ഇന്നും മനുഷ്യൻ വ്യഭിചാരത്തിന്റെ കുഴിയിലാണ്. നിങ്ങളുടെ കുടുംബം നന്നാകണമെങ്കിൽ, നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ ഭാവി ക്രമപ്പെടണമെങ്കിൽ, നിങ്ങൾ സമൂഹത്തിൽ ശ്രേഷ്ഠന്മാരായി തീരണമെങ്കിൽ നിങ്ങളുടെ പള്ളിയിലും നിങ്ങളുടെ പ്രാർത്ഥനാലയങ്ങളിലും മോസ്കുകളിലും സമാധാനമുണ്ടാകണമെങ്കിൽ നിങ്ങൾ ബോധിച്ചതുപോലെ ഭാര്യമാരെ എടുക്കരുത്, ബോധിച്ചതുപോലെ ലൈംഗിക പീഡനം നടത്തരുത്. ഇത് പഠിപ്പിക്കുവാൻ യേശു അല്ലാതെ ഈ ലോകത്തിൽ ആരും ഇന്നു വരെ വന്നിട്ടില്ല. നിങ്ങൾ ചോദിക്കും, നിങ്ങളുടെ പാസ്റ്റർമാരും, അയ്യോ ഒരുപാട് പേരെ പിടിച്ചിട്ടുണ്ട് കേട്ടോ. മനുഷ്യന്റെ ഈ പാപം ദൈവത്തിന്റെ വചനം അറിയാത്തത് കൊണ്ട് എന്ന് പറയുവാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ദൈവ ഭയമില്ല, ഈശ്വരന് ഭയമില്ലാതെ ജീവിക്കുന്ന മനുഷ്യ, നിന്റെ കുടുംബത്തിൽ ഒരിക്കലും സമാധാനമുണ്ടാകും. നിന്റെ കുഞ്ഞുങ്ങൾ അമ്മ തോട് കിടന്നാൽ മക്കൾ ആറ് കിടക്കും. എമ്പ്രാൻ അല്പം കട്ടുപിടിച്ചാൽ അമ്പലവാസികളൊക്കെ കത്തും. നമുക്കൊരു മാതൃകാ ജീവിതം ഈ ലോകത്തിൽ ഈശ്വരനാണ് ദാമ്പത്യ ബന്ധത്തിൽ കാണിച്ചു തന്നത്. അപ്പോൾ ചോദിക്കും, ഈശ്വരൻ കല്യാണം കഴിച്ചോ? ഇല്ല, അങ്ങനെ ഒരു ചോദ്യം ഞങ്ങളുടെ ബൈബിളിലുണ്ട്. യേശു കല്യാണം കഴിച്ചില്ല. ബൈബിളിൽ അങ്ങനെ എഴുതിയിട്ടുണ്ട്. വിവാഹമെന്ന് പറയുന്നത് സ്വർഗത്തിൽ അത് നിഷിദ്ധമാണ്. കാരണം അതിന്റെ കാരണക്കാരൻ പിശാചായതുകൊണ്ട് അവനാണ് സ്ത്രീയെയും പുരുഷനെയും സെക്സിനെ വശപ്പെടുത്തി അവരെ കൊണ്ട് പാപം ചെയ്യിച്ചത് എന്ന് പറയുമ്പോൾ എങ്ങനെയാണ് സ്വർഗത്തിൽ വിവാഹം ഉണ്ടാകുന്നത്? ഇല്ല, സ്വർഗത്തിൽ ഒരിക്കലും വിവാഹം നിഷിദ്ധത്തിന് വേണ്ട. ഈശോ കല്യാണ വീട്ടിൽ പോയിട്ടുണ്ടായി, ഖാനാവിലെ കല്യാണ നാട്ടിൽ. അവൻ കൽഭരണിയിലെ വെള്ളം വീഞ്ഞാക്കി ശരിയാണ്, പോരായ്മ പരിഹരിച്ചു. എന്നാൽ ആ വിവാഹം നടത്തിക്കൊടുത്ത് അതിനെ ആശീർവദിച്ചതും ആ വിവാഹം ആലോചിച്ചതും
യേശു ആയിരുന്നില്ല എന്നുള്ള കാര്യം എത്ര സത്യമാണ്. അതുകൊണ്ട് വിവാഹം കഴിക്കാതിരിക്കുന്നത് ഏറണമെന്ന് പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞിരിക്കുന്നു. എന്താ ആരും അദ്ദേഹത്തെ ഒന്ന് ചോദ്യം ചെയ്യാത്തത്? അതത്ര ഒരു കൽപ്പനയല്ല, അതൊരു അനുവാദം. വിവാഹം കഴിക്കാതിരിക്കാൻ ബ്രഹ്മചര്യം അനുഷ്ഠിപ്പാൻ നിനക്ക് ശേഷിയുണ്ടോ? നീ അത് ചെയ്തു കൊടുക്ക, നിന്നെ ദൈവം അനുഗ്രഹിക്കും. പോട്ടെ, അതല്ല എന്റെ വിഷയം. ലോകം ആകപ്പാടെ താറുമാറായത് നമ്മൾ ഇന്നെല്ലാവരും ആങ്ങളയുടെയും പെങ്ങളുടെയും മക്കളാണ്. അതുകൊണ്ടാണ് മ്ലേച്ഛതയിൽ ഇതാ ഞാൻ അകൃത്യത്തിൽ ഉരുവായി, പാപത്തിൽ എന്റെ അമ്മ എന്നെ ഗർഭം ധരിച്ചു എന്ന് ബൈബിൾ പറയുന്നു. മാത്രമല്ല, ദൈവത്തെ അനുസരിക്കാതെ ആദമും ഹവ്വയും പോയി പാപം ചെയ്തതുകൊണ്ട് ദൈവം തന്നെ നിലവിളിക്കുന്നു, ആകാശമേ കേൾക്ക, ഭൂമിയെ ജപിക്കുക. ഞാൻ മക്കളെ പോറ്റി വളർത്തി, അവരോ എന്നോട് മത്സരിക്കുന്നു. അകൃത്യഭാരം പാപഭാരം ചുമക്കുന്ന ജനതറി ഭൂമിയിൽ ഉരുവാകാൻ കാരണം അതേ വ്യഭിചാരമാണ്. ദൈവത്തിന്റെ പദ്ധതികളെല്ലാം തട്ടിമറിച്ചുകൊണ്ട് അവൻ ആവേശപൂർണനായി ലൈംഗിക ആസക്തി അവനെ കീഴ്പ്പെടുത്തിയതിനാൽ മുഴുലോകവും പാപം ചെയ്തു. പ്രകൃതിയാണാം എല്ലാവരും അങ്ങനെ തന്നെ. അതിന് ജയിക്കണമെങ്കിൽ യേശുവിനെ നാഥനും രക്ഷകനുമായി സ്വീകരിച്ച് നീ ഒരു ഭാര്യ ബന്ധത്തിൽ വരാൻ ഒറ്റ മാർഗമേ ഉള്ളൂ. യേശു സ്ഥാപിച്ച ഒരു കൂട്ടം. അവിടെ വന്നാൽ അവിടെയാണ് ഭാര്യയെയും ഭർത്താവിനെയും നാം കാണുന്നത്. ശരിയായ വിശുദ്ധിയുടെ പരിവേഷം ചാർത്തിയ ഒരു കുടുംബ ജീവിതം നിനക്ക് നൽകുന്നത് സഭയാണ്. അതുകൊണ്ട് രക്ഷിക്കപ്പെടണം. ആദ്യമേ യേശുവിനെ രക്ഷകനായി സ്വീകരിച്ചു കഴിയുമ്പോൾ നീ പുതിയ സൃഷ്ടിയായി തീരും. നിന്റെ ശരീരത്തിനൊരു വിശുദ്ധി വരും. പരിശുദ്ധാത്മാഭിഷേകത്താൽ നീ ഒരു പുണ്യനായി, പുണ്യമുള്ള പുണ്യപുരുഷനായി തീരും. ലോകത്തിന്റെ ആഗ്രഹങ്ങൾ, ജഡാഭിലാഷം ഇതെല്ലാം നിന്നിൽ നിന്ന് മാറണമെങ്കിൽ പരിശുദ്ധാത്മാവ് നിന്നെ നടത്തും. ദൈവത്തിന്റെ ആത്മാവിനാൽ നടത്തപ്പെടുന്ന ഏവരും ദൈവത്തിന്റെ മക്കളാകുന്നു. ദൈവത്തിന്റെ ആത്മാവില്ലാത്തവർ ദൈവത്തിനുള്ളവരല്ല. അങ്ങനെയെങ്കിൽ പ്രിയ സ്നേഹിത, ഇന്ന് യേശുവിനെ രക്ഷിതാവായി സ്വീകരിച്ചാൽ നിന്റെ എല്ലാ പ്രശ്നത്തിലും പരിഹാരമുണ്ടാകും. നിന്റെ ഏറ്റവും വലിയ പ്രശ്നം, അയ്യോ നീ ജനിച്ചു കഴിഞ്ഞാൽ, ഒരു പ്രായം കഴിഞ്ഞാൽ നീ ആകപ്പാടെ പോവുകയാണ്, നീ ബോധിച്ച വഴിക്ക് പോവല്ലേ എന്ന് നിന്നെ പഠിപ്പിക്കുന്നത് ബൈബിളാണ്. അതുകൊണ്ട് ഈ നാളുകളിൽ നിങ്ങളുടെ എല്ലാം കുടുംബങ്ങളിൽ ഐശ്വര്യം കടന്നു വരണം. യേശുവുമായിട്ടുള്ള ബന്ധത്തിൽ നിങ്ങൾ ജീവിക്കണം. ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയായി. പഴയതെല്ലാം കഴിഞ്ഞുപോയ ഒരവസ്ഥ പ്രാക്ടിക്കൽ സൈഡിൽ നിനക്ക് അനുഭവിക്കാം. യഥാർത്ഥമായി യേശുവിനെ സ്വീകരിച്ച ഭക്തനായിരുന്ന യോബ് പറയുകയാണ്, ഞാൻ എന്റെ കണ്ണുമായി ഒരു നിയമം ചെയ്തു, ഇനി ഞാനൊരു കന്യകയെ പോലും നോക്കുകയില്ല. ഈ പ്രസംഗം കേട്ടുകൊണ്ടിരിക്കുന്ന എന്റെ പാസ്റ്റർമാരെ, നിങ്ങൾക്ക് ഇനിയെങ്കിലും ഇതോടി നടന്ന് പ്രസംഗിക്കാൻ വയ്യേ? നിങ്ങൾ പ്രോസ്പെരിറ്റി കൊണ്ട് നടക്കുകയാണോ? അയ്യോ, നിങ്ങളുടെ ദുരന്തം ഭയങ്കരമായിരിക്കും. മനുഷ്യനോടൊന്നും പറഞ്ഞില്ല എങ്കിലും അവനെ തെറ്റിദ്ധരിപ്പിക്കല്ലേ. പണത്തിനും ജീവിതത്തിൽ സ്വാധീനത്തിനും വോട്ടിനും സ്ഥാനമാനത്തിനും വേണ്ടി ജനാവലിയെ തകർത്ത് അവിടെ നെഞ്ചത്ത് കയറി നടക്കുന്ന പ്രിയരെ നിർത്തൂ. തിരുവഴുത്തിനെ ബഹുമാനിക്കൂ. നല്ല ഒരു കുടുംബ ജീവിതം നമ്മുടെ രാജ്യത്തുണ്ടാകട്ടെ. ഞാനിപ്പോൾ പ്രാർത്ഥിച്ച് ഇവിടെ നിർത്തുകയാണ്. ഞങ്ങളുടെ കർത്താവേ, ജീവിതത്തിൽ പാപം എന്താണെന്ന് ഞങ്ങൾ കേട്ടു. ഒരു കാലത്ത് ഞങ്ങൾ ഭാര്യാഭർത്താക്കന്മാരല്ലായിരുന്നു രക്ഷിക്കപ്പെടുന്നതിന് മുൻപ്. ഇപ്പോഴും രക്ഷിക്കപ്പെടാത്തവരാരും ഭാര്യാഭർത്തൃ ബന്ധമുള്ളവരല്ല എന്ന് ബൈബിൾ പറയുന്നു. അവർ സഹോദരിയും
സഹോദരനുമാണ്. അങ്ങനെയെങ്കിൽ അവർ പ്രവർത്തിക്കുന്നത് മ്ലേച്ഛതയാണ്. അങ്ങനെയെങ്കിൽ ഇന്ന് ജനിക്കുന്ന രക്ഷിക്കപ്പെടാത്തവരുടെ എല്ലാം സന്താനങ്ങൾ കോപത്തിന്റെയും മ്ലേച്ഛതയുടെയും സന്താനമാണ്. അതുകൊണ്ടാണ് പ്രവാചകൻ നിലവിളിക്കുന്നത്, മനുഷ്യപുത്രന്മാരെ നോക്കുന്നു, യാതൊരുത്തിനെയും ഞാൻ കാണുന്നില്ല, എല്ലാവരും ഒരുപോലെ വഴിതെറ്റി കൊള്ളരുതാത്തവരായി തീരുന്നുവെന്ന് സ്വർഗത്തെ നോക്കി നിലവിളിക്കുകയാണ്. കർത്താവേ, ഈ സത്യമായ സന്ദേശം പങ്കുവെക്കാൻ എളിയവനായിരിക്കുന്ന നീ ബലം തന്നല്ലോ. ഒറ്റയ്ക്കാണ് ഞാൻ ഇന്ന് വന്നതെങ്കിലും സ്വർഗത്തിലെ ദൈവത്തിന്റെ കൃപ ഈ സത്യം ജനഹൃദയങ്ങളെ പിടിച്ചൊന്ന് പുലക്കണമേ എന്നടിയൻ പ്രാർത്ഥിക്കുന്നു. അപ്പോൾ തന്നെ അടിയന്റെ ജീവിതത്തിലും വളരെ സംശുദ്ധിയും വിശുദ്ധിയും നൽകണമേ. എല്ലാ പ്രാർത്ഥനയ്ക്കായും സ്തോത്രം ചെയ്യുന്നു. നന്ദി. എല്ലാവരെയും അനുഗ്രഹിച്ചാൽ അതിനിടയ്ക്ക് ഞാനൊരു കാര്യം കൂടെ പറയുന്നു. ആർക്കെങ്കിലും എന്തെങ്കിലും രോഗമുണ്ടെങ്കിൽ യേശു രോഗത്തിന് വൈദ്യനാണ്. ശ്രീ യേശു നാമമേക്കാൾ കണ്ടം അവന്റെ രസമറിയാത്തവൻ വെറികൊണ്ടെന്ന് പറയുന്നത് പോലെ ഈ ലോകത്തിൽ യേശു ആയിരുന്ന സമയത്ത് അവന്റെ അടുക്കൽ ചെന്ന സകല രോഗികളെയും സൗഖ്യമാക്കിയെന്ന് വായിക്കുന്നുണ്ട്. സത്യം സത്യം സത്യം. ആർക്കെങ്കിലും എന്തെങ്കിലും പ്രയാസം രോഗമുണ്ടെങ്കിൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾ അവിടെ നിങ്ങളുടെ കരം ഒന്ന് സ്പർശിച്ചു കൊള്ളുക. നമ്മുടെ സകലേശ്വരനായ ദൈവം സ്വർഗത്തിൽ ഇരുന്നത് കേൾക്കുന്നുണ്ട്. ബൈബിളിൽ അങ്ങനെ യേശു പറഞ്ഞിട്ടുണ്ട്, എന്റെ നാമത്തിൽ നിങ്ങൾ ഭൂതങ്ങളെ പുറത്താക്കും, പുതുഭാഷകളിൽ സംസാരിക്കും, മരണകരമായ എന്ത് കുടിച്ചാലും നിങ്ങൾക്ക് ഹാനി വരികയില്ല, വിഷസർപ്പങ്ങൾ കടിച്ചാൽ നിങ്ങൾ മരിക്കുകയില്ല, നിങ്ങൾ രോഗികളുടെ മേൽ കൈവച്ചാൽ അവർക്ക് സൗഖ്യം വരും. കർത്താവേ, ആരെങ്കിലും രോഗിയായി എന്നെ കേൾക്കുന്നെങ്കിൽ ഞാനിപ്പോൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. പലവിധമായ രോഗങ്ങൾ മനുഷ്യനെ ഭാരപ്പെടുത്തുന്നു. എല്ലാ തല ഉയർത്തി നിൽക്കുന്ന അമ്പരചുംബികളായ ഹോസ്പിറ്റലുകൾ ഞങ്ങളെ കളിപ്പിക്കുന്നു. ഞങ്ങളെ മിഷനിൽ കയറ്റി ഇറക്കി ലക്ഷങ്ങൾ തട്ടിയെടുക്കുന്നു. എന്നാൽ യേശു ഒറ്റ വാക്കിന് എത്ര ലക്ഷങ്ങളെ സൗഖ്യമാക്കിയെന്ന് മാത്രമല്ല, മരിച്ചു 4 നാളായ ലാസറിനെ പോലും ലാസറസ് എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം എഴുന്നേറ്റ് വന്നതുപോലെ ഇന്നും സൗഖ്യത്തിന്റെ ശക്തി വ്യാപരിക്കുന്നു. യേശുവിന്റെ രക്തത്തിൽ ആശ്രയിച്ചുകൊണ്ട് ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ എന്നെ കേട്ട രോഗികളെ സൗഖ്യമാകുവാൻ കൽപ്പിക്കുന്നു. സൗഖ്യം നൽകിയിരിക്കുന്നതിനാൽ വിശ്വാസത്തോടെ ഞാൻ സ്തുതിക്കുന്നു. എല്ലാവരെയും അനുഗ്രഹിക്കണമേ ദൈവമേ. ഞാനിപ്പോൾ കടന്നു പോകുന്നു. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കുമാറാകട്ടെ. God bless each one of you. Thank you.